വെറിപൂണ്ട രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എപ്പോഴും യുദ്ധങ്ങൾ. യുദ്ധത്തിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചും ഇരുപക്ഷത്തും നിലയുറപ്പിച്ചിരിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചും അവരുടെ സൈനിക ശേഷിയെക്കുറിച്ചും അവരുടെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ ഗംഭീരമായ രാഷ്ട്രീയ ചർച്ചകളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങളും ആഘാതങ്ങളും ഒരിക്കലും രാഷ്ട്രീയമല്ല, അത് തീർത്തും വ്യക്തിപരമാണ്. യുദ്ധം ലോകത്താകമാനം പാർലമെന്റുകളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധക്കരാറുകളും യുദ്ധാനന്തര ഉടമ്പടികളും ഒപ്പുവെക്കുന്നു. ലോക നേതാക്കൾ അവരുടെ പ്രസംഗങ്ങളിൽ അവയെ ന്യായീകരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധങ്ങൾക്ക് ശേഷം രാജ്യങ്ങൾക്കപ്പുറം മനുഷ്യജീവനുകളാണ് തകരുന്നത്. യുദ്ധങ്ങൾ എന്താണ് അവശേഷിപ്പിക്കുന്നത്? ശൂന്യമായ തെരുവുകളിൽ മുഴങ്ങുന്ന വിലാപങ്ങൾ, വാർത്തകളിൽ സംഖ്യകളായി മാത്രം ചുരുങ്ങിപ്പോകുന്ന മരണങ്ങൾ, വെടിയുച്ചകൾ നിലച്ചതിനു ശേഷവും അവസാനിക്കാത്ത വേദനകൾ, യുദ്ധാവശിഷ്ടങ്ങളുടെ അടിയിൽപ്പെട്ടു പോകുന്ന യുദ്ധത്തിന് തന്നെ കാരണമായി തീർന്ന പ്രശ്നങ്ങൾ, തലമുറകളിലേക്ക് പകരുന്ന മുറിവുകൾ. സമാധാനം സ്ഥാപിക്കാനെന്ന പേരിലാണ് ഇന്ന് ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം സമാധാനത്തിലായിട്ടില്ലെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ തുടർച്ചയും പ്രതികാരവുമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചതും. യുദ്ധാനന്തരം വിയറ്റ്നാമിൽ നിന്നും വീടുകളിലേക്ക് തിരിച്ചെത്തിയ സൈനികരുടെ മനസ്സുകളിൽ ഒരിക്കലും യുദ്ധം അവസാനിച്ചില്ല. ഗസയിലും ഉക്രൈനിലും ഇന്നിപ്പോൾ ഇറാനിലും നടക്കുന്ന സംഘർഷങ്ങൾ വീടുകൾ തകർക്കുന്നു, കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുന്നു, അവരെ അനാഥരാക്കുന്നു. ആ രാജ്യങ്ങളിലെ ജനതയെ തന്നെ, അവരുടെ ഭാവിയെ തന്നെ ഭയത്തോടെ പുനർരചിക്കുന്നു. ഒരു യുദ്ധത്തിൽ കെട്ടിടങ്ങൾ മാത്രമല്ല തകരുന്നത്, അത് വിശ്വാസങ്ങളെയാണ് തകർക്കുന്നത്. അയൽവാസികളെയാണ് ശത്രുക്കളാക്കുന്നത്, കുട്ടികളെ അനാഥരാക്കുന്നു, അമ്മമാരെ ജീവിതകാലം മുഴുവൻ കണ്ണീരിലാഴ്ത്തുന്നു, സാധാരണക്കാരെ അഭയാർത്ഥികളാക്കുന്നു. നേതാക്കൾ അതിനെ പ്രതിരോധമെന്ന് വിളിക്കും, രാജ്യങ്ങൾ അതിനെ സുരക്ഷയെന്നും വിളിക്കും. പക്ഷേ യുദ്ധഭൂമിയിലെ മണ്ണിൽ വാർന്നൊഴുകിയ ചോരയും ഉണങ്ങിപ്പോയ ചോരപ്പാടുകളും മാത്രമാവും ബാക്കിയാവുക. മനുഷ്യർ നഷ്ടങ്ങളെ മറക്കില്ല. യുദ്ധാനന്തരം ആരും പഴയതുപോലെ ആവില്ല. മകനെ നഷ്ടപ്പെട്ട അച്ഛൻ, ബോംബ് വീഴുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന കുട്ടി, മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്ന സൈനികൻ, പിന്നീട് ആരും പഴയതുപോലെ ആവുന്നില്ല. യുദ്ധങ്ങൾക്ക് ശേഷം രാജ്യങ്ങളും ഒരിക്കലും പഴയതുപോലെ ആവുന്നില്ല. സാമ്പത്തികമായി തകർന്നടിയുന്നു, ആശുപത്രികൾ നിറഞ്ഞൊഴുകുന്നു, സ്കൂളുകൾ അടച്ചിടപ്പെടുന്നു, വികസന പ്രവർത്തനങ്ങൾ പാടെ മുരടിക്കുന്നു. വിദ്വേഷമാവട്ടെ പ്രതീക്ഷയേക്കാൾ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചിരിയിൽ പൊതിഞ്ഞ് ദുഃഖവും വിഷാദവും വിളമ്പുന്ന തീന്മേശകളിലെ ശൂന്യമായ കസേരകളിൽ തുടങ്ങി അപൂർണമാവുന്ന കുടുംബാഘോഷങ്ങൾ വരെ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കുടുംബവും പിന്നീട് പഴയതുപോലെ ആവുന്നില്ല. യുദ്ധത്തിൻ്റെ ഏറ്റവും അപകടകരമായ അവശിഷ്ടം അത് കെട്ടിടങ്ങളുടെ അവശിഷ്ടമല്ല, അത് വെറുപ്പാണ്, വിദ്വേഷമാണ്, പ്രതികാര വാഞ്ചയാണ്. അതുതന്നെയാണ് അടുത്ത യുദ്ധത്തിന് വിത്തായി വളരുന്നത്. ലോകത്തൊരിടത്തും യുദ്ധങ്ങൾ പരിഹാരം വാഗ്ദാനം ചെയ്തിട്ടില്ല, കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സുരക്ഷ വാഗ്ദാനം ചെയ്ത് ഭയം വിതക്കുവാൻ മാത്രമേ ഏത് യുദ്ധത്തിനും കഴിഞ്ഞിട്ടുള്ളൂ. വിജയം വാഗ്ദാനം ചെയ്ത് സ്വന്തം ജനതയെ ആകമാനം തോൽപ്പിച്ചതിൻ്റെ ചരിത്രം മാത്രമേ യുദ്ധവെറിയന്മാരായ ഭരണാധികാരികൾക്ക് മിടുക്കായി ഉയർത്തിപ്പറയാനുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ ശക്തി അവരുടെ സൈനിക ശേഷിയിലല്ല, സംഘർഷങ്ങൾ തടയുന്നതിൽ എത്ര പങ്കുവഹിച്ചു എന്നതിലാണ്. അവസാനം യുദ്ധത്തിൽ ഒരാളും ജയിക്കുന്നില്ല. യുദ്ധം അവശേഷിക്കുമ്പോൾ ഇരുപക്ഷവും ജയം അവകാശപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ജയിച്ചേക്കാം. പക്ഷേ യുദ്ധങ്ങളിൽ മനുഷ്യർ തോറ്റുകൊണ്ടേയിരിക്കുന്നു.